ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു മേഖലയാണ് MSME സെക്ടർ. പ്രത്യേകിച്ച് രാജ്യത്ത് GDP-യിൽ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഭാവന നൽകുന്ന ഈ മേഖലയിൽ ധാരാളം സ്റ്റാർട്ടപ്പുകൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രംഗത്ത് വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചും ഇത്തരം ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി നൂതനമായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ കൊണ്ടുവരുന്നതിൽ മുന്നോട്ടേക്ക് വരുന്നതിനും അർബൻ റൂറൽ മേഖലയിലെ ആളുകൾക്കിടയിൽ കൂടുതൽ തൊഴിലുകൾ ഉറപ്പാക്കുന്നതിനും സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കൂടുതൽ കരുത്ത് പകരും. 2020 ബജറ്റിൽ MSME കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കമ്പനികളുടെ ക്രൈറ്റീരിയയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. MSMEയുടെ ക്ലാസിഫിക്കേഷനിൽ വന്ന മാറ്റം 2020 ജൂലൈ മുതൽക്കായിരുന്നു പ്രാബല്യത്തിൽ വന്നത്. ഓരോ മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് സർക്കാരിന് കൂടുതൽ എളുപ്പമാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്രൈറ്റീരിയ അവതരിപ്പിച്ചത്. ഏറ്റവും ആദ്യമായി ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു നോക്കാം. 1 കോടി രൂപയിൽ താഴെ മാത്രം നിക്ഷേപമുള്ള ഒപ്പം 5 കോടി രൂപയിൽ താഴെ ടേൺ ഓവർ ലഭിക്കുന്ന കമ്പനികളാണ് മൈക്രോ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുന്നത്. 5 മുതൽ 10 കോടി രൂപ വരെ നിക്ഷേപമുള്ള എന്നാൽ 50 കോടി രൂപയിൽ താഴെ മാത്രം ടേൺ ഓവർ ലഭിക്കുന്ന കമ്പനികളെ സ്മോൾ ഇൻഡസ്ട്രിയിലും ഉൾപ്പെടുത്തും. 10 കോടി രൂപ മുതൽ 20 കോടി രൂപയിൽ താഴെ മാത്രം മുതൽ മുടക്കുള്ള ഒപ്പം 100 കോടി രൂപയിൽ താഴെ മാത്രം വിറ്റുവരവ് രേഖപ്പെടുത്തുന്ന കമ്പനികൾ മീഡിയം ഇൻഡസ്ട്രിയിലും ഉൾപ്പെടും. 2020 സർക്കാർ അവതരിപ്പിച്ച ആത്മനിർഭർ ഭാരത് അഭിയാൻ സ്കീമിന് പുറമെ കഴിഞ്ഞ ബജറ്റിൽ ധാരാളം സ്കീമുകൾ അവതരിപ്പിച്ചിരുന്നു. രാജ്യത്തെ MSMEകളുടെ എണ്ണത്തിൽ വരും വർഷങ്ങളിൽ ഗണ്യമായ വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 6.3 കോടിയിൽ നിന്നും 7.5 കോടിയായി MSMEകളുടെ എണ്ണത്തിൽ വർധനവ് വരുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. 2019 മുതൽ 2020 വരെയുള്ള കാലയളവിൽ MSME 18.5% CAGR വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ഇത്തരം MSMEകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏകദേശം 9.5 ട്രില്യൺ രൂപയുടെ വായ്പാ വിതരണം 2021 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അതായത് പുതുസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വായ്പാ വിതരണത്തിലും ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടാകുന്നുണ്ടെന്ന് ചുരുക്കം. ചെറുകിട സ്ഥാപനങ്ങളെ മുൻപോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി 2006 ഗവൺമെന്റ് ആദ്യമായി MSME ആക്ട് കൊണ്ടുവന്നത്. ഈടില്ലാതെ വായ്പ ലഭിക്കുന്നുവെന്ന ആനുകൂല്യം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകി തുടങ്ങിയത്. പേറ്റന്റ് രജിസ്ട്രേഷൻ സമയത്ത് ഉടനടി പേറ്റന്റ് ലഭിക്കുന്നു എന്നത് മറ്റൊരു സവിശേഷതയാണ്. മാത്രമല്ല വായ്പയിൽ വലിയ തോതിലുള്ള ഇളവ് ലഭിക്കുന്നതിനും ഇത്തരം കമ്പനികളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് സബ്സിഡീസും ഇത്തരം കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ട്. കസ്റ്റമറിൽ നിന്നും പേയ്മെന്റ് ഡിലേ ആവുകയാണെങ്കിൽ അത്തരത്തിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിനുള്ള റൈറ്റും കൂടി ഇത്തരം കമ്പനികൾക്ക് നൽകുന്നുണ്ട്. ഒരു വർഷത്തിനിടയിൽ തന്നെ 60-ലധികം ചെറുകിട വ്യവസായങ്ങൾ ധനസമാഹരണത്തിനായിട്ട് വിപണിയിലും എത്തുന്ന സ്ഥിതിയാണെന്നുള്ളത് മാർക്കറ്റിൽ നമുക്ക് നോക്കിയറിയാം. ധാരാളം SME കമ്പനികൾ IPOയുമായിട്ട് വിപണിയിൽ എത്തുന്നുണ്ട്. IPOയുമായി വിപണിയിൽ എത്തുന്നതിന്റെ നേട്ടങ്ങൾ ഇത്തരം സംരംഭകർക്ക് മനസ്സിലാക്കുന്നതിനായി BSEയും ഒപ്പം തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലും കൊളാബറേറ്റ് ചെയ്തിരുന്നു. ഇതിനെല്ലാം പുറമെ ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇ-കൊമേഴ്സ് സൈറ്റ് വഴി മാർക്കറ്റ് ചെയ്യുന്നതിനും സർക്കാർ പിന്തുണ നൽകുന്നുണ്ട്. ഇതിനായി സർക്കാരിന്റെ തന്നെ ഇ മാർക്കറ്റ് പ്ലേസ് സൈറ്റും അവൈലബിൾ ആണ്. ഇതിൽ മൈക്രോ എന്റർപ്രൈസിന്റെ രജിസ്ട്രേഷൻ ഏകദേശം 96%-ഓളമാണെന്ന് കാണാൻ സാധിക്കും. സ്മോൾ എന്റർപ്രൈസ് 3%, മിഡ് സൈസ് എന്റർപ്രൈസ് 0.28% വരും. 2023 ഓഗസ്റ്റ് 20 വരെയുള്ള കണക്ക് പ്രകാരം ഉദ്യം രജിസ്ട്രേഷനിൽ ഏറ്റവും മുൻപന്തിയിലെത്തിയത് മഹാരാഷ്ട്ര തന്നെയായിരുന്നു. ഏകദേശം 32 ലക്ഷം യൂണിറ്റുകളുടെ രജിസ്ട്രേഷനാണ് പോർട്ടലിലൂടെ സംസ്ഥാനത്ത് നടത്തിയത്. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം MSME മേഖലയിൽ നടക്കുന്നു എന്ന് തെളിയിക്കുന്ന കണക്കുകൾ തന്നെയാണ് വരുന്നത്. MSME മേഖലയിൽ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ദ്രുതഗതിയിലുള്ള വളർച്ച തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 72% ഇടപാടുകളും ഓൺലൈൻ വഴി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഇംപ്ലിമെന്റേഷൻ മുന്നോട്ടേക്കുള്ള ഈ മേഖലയുടെ വളർച്ചാ സാധ്യത തന്നെയാണ് ഉറപ്പു നൽകുന്നത്. നിലവിൽ MSME മേഖലയിൽ എന്തെല്ലാം ഗവൺമെന്റ് പോളിസികളാണുള്ളതെന്ന് പരിശോധിച്ചു നോക്കാം. മൈക്രോ ആൻഡ് സ്മാൾ എന്റർപ്രൈസുകൾക്ക് വായ്പാ സഹായം നൽകുന്നതിനായി സർക്കാർ അവതരിപ്പിച്ച സ്കീമാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് ഫോർ മൈക്രോ ആൻഡ് സ്മാൾ എന്റർപ്രൈസസ്. ഈ സ്കീം അവതരിപ്പിച്ചതിന് ശേഷം 2023 ജൂൺ 30 വരെയുള്ള കണക്ക് പ്രകാരം 4,50,163 കോടി രൂപയാണ് അനുവദിച്ചത്. അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷറീസ് വകുപ്പിന് കീഴിൽ ഈ വിഭാഗത്തിലെ MSMEകൾക്കായി വായ്പ അനുവദിച്ചു നൽകുന്നതിന് പുതിയൊരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമും കൂടി അവതരിപ്പിച്ചിരുന്നു. ഒപ്പം പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 4.56 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചു നൽകിയത്.
കോർപ്പറേറ്റ് ഇതര കാർഷികേതര MSCകൾക്കാണ് ഈ ഒരു തുക അനുവദിച്ച് നൽകിയത്. അതായത് ഏകദേശം 6.2 കോടി മുദ്രാ ലോണുകൾ ഇത്തരം ചെറുകിട സംരംഭങ്ങൾക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട്. 2023 മെയ് മാസത്തിൽ COVID-19 മൂലമുണ്ടായ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ധനസഹായം നൽകുന്നതിന് വിവാദ് സെ വിശ്വാസ് MSME സ്കീമും അവതരിപ്പിച്ചിരുന്നു. 2023-24 ബജറ്റിലാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈ സ്കീമിന്റെ പ്രഖ്യാപനം നടത്തിയത്. ഈ മേഖലയിലെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിനും സർക്കാർ പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയം 928 ലൈൻ റീപ്ലേസ്മെന്റ് യൂണിറ്റുകൾ, സബ്സിസ്റ്റങ്ങൾ, സ്പെയറുകൾ എന്നിവ ഇന്ത്യൻ MSMEകളിൽ നിന്ന് വാങ്ങുമെന്ന് മെയ് മാസത്തിൽ അറിയിച്ചിരുന്നു. പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസി വഴി ഇത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൂടുതൽ താൽപര്യവും കാണിക്കുന്നുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 60,432 കോടി രൂപയാണ് ഗവൺമെന്റ് ഈ മേഖലയിൽ ചെലവാക്കിയത്. സർക്കാർ കണക്കാക്കിയ ടാർഗറ്റിൽ നിന്നും 42% വർധന സ്പെൻഡിംഗിൽ നടത്തി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. 2023 ഫെബ്രുവരിയിൽ സർക്കാർ വീണ്ടും ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. ഒപ്പം 9,000 കോടി രൂപ നിക്ഷേപവും ഇതിനായി അഡീഷണൽ നടത്തി. ഈ സ്കീം പ്രകാരം 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കുന്നതിന് വ്യവസായങ്ങൾക്ക് സഹായകമാകും. ക്രെഡിറ്റ് കോസ്റ്റ് 1% കുറയുന്നതിനും അഡീഷണൽ ഫണ്ട് സഹായിക്കും. ഒപ്പം സർക്കാർ MSME മേഖലയിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ആളുകളെ പ്രാപ്തമാക്കുന്നതിനുള്ള തൊഴിൽ പരിശീലനം നൽകുന്നതിനും ഇത്തരം സംരംഭങ്ങളിലേക്ക് പ്രവേശനം സുഗമമായി ലഭിക്കുന്നതിനുമായി യൂണിഫൈഡ് സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും അവതരിപ്പിച്ചിരുന്നു. ഇനി ബജറ്റിൽ അനുവദിച്ച തുക എത്രത്തോളം വിനിയോഗിച്ചുവെന്നും ബജറ്റിലെ എക്സ്പെക്ടേഷൻസും കൂടി പരിശോധിക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ $5 ട്രില്യൺ ഉയർത്താനുള്ള പ്രയത്നത്തിലാണ് സർക്കാർ. ലക്ഷ്യപൂർത്തീകരണത്തിന് ഈ മേഖലയിൽ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്നതിലും തർക്കമില്ല. വരുന്ന ബജറ്റിൽ വായ്പാ സഹായം കൂടുതൽ ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പാക്കേജുകൾ അവതരിപ്പിക്കണമെന്ന ആവശ്യം MSME മേഖലയിലുള്ളവർ ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ ഫണ്ട് അനുവദിച്ചു നൽകുന്നതിന് നൂതന സാങ്കേതിക വിദ്യകൾ വിനിയോഗിക്കുന്നതിനും പുതിയ മാർക്കറ്റുകളിലേക്ക് കൂടുതൽ വിപുലീകരിക്കുന്നതിനും ഈ വ്യവസായത്തെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതിന് MSMEകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ അല്പം അയവ് വരുത്തുക, ടാക്സ് ആനുകൂല്യങ്ങൾ നൽകുക, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക മുതലായ ആവശ്യങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് അഥവാ ONDC ഇനിഷ്യേറ്റീവ് നടപ്പിലാക്കുന്നതിനുള്ള പിന്തുണ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലത്തെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്കുള്ള പ്രവേശനത്തിൽ കമ്പനികൾ നേരിടുന്ന വെല്ലുവിളികളെ ലഘൂകരിക്കാൻ വേണ്ടി സഹായിക്കും. ഇതെല്ലാം മേഖലയ്ക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം കമ്പനികളുടെ സേവനങ്ങൾ എത്തുന്നതിനും കാരണമാകും. പ്രവർത്തന ചെലവ് കുറയുന്നതിന് സഹായിക്കുകയും ചെയ്യും. കൂടാതെ ഈ മേഖലയിലെ റെഗുലേറ്ററി നടപടികൾ കൂടുതൽ ലളിതമാക്കുന്നത് MSMEകൾക്ക് ഗുണകരമാകും എന്നാണ് Biz2Xന്റെ CEOയും ഫൗണ്ടറുമായ രോഹിത് അരോറ അഭിപ്രായപ്പെടുന്നത്. വായ്പകൾ വളർച്ചയുടെ നെടുന്തൂൺ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ വായ്പാ നിരക്കുകൾ, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുകൾ, സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫണ്ടിംഗ് ചാനലുകൾ എന്നിവ കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡിജിറ്റൽ യുഗമായതിനാൽ സ്റ്റാർട്ടപ്പുകളുടെയും MSMEകളുടെയും സുസ്ഥിര വളർച്ചയ്ക്ക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, സൈബർ സുരക്ഷ എന്നിവയിലെ നിക്ഷേപം അത്യന്താപേക്ഷിതമാണെന്നും തൊഴിലാളികൾക്കിടയിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അനിവാര്യമാണെന്നും അരോറ കൂട്ടിച്ചേർക്കുന്നു. ബാങ്കുകളിൽ നിന്ന് ദുർബലമായിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ലഭിക്കുന്നത് MSMEകൾക്ക് ഒരു പ്രധാന പ്രതിസന്ധിയാണെന്നും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ മൈക്രോ ആൻഡ് സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസിന്റെ സെക്രട്ടറി ജനറൽ അനിൽ ഭരദ്വാജ് വ്യക്തമാക്കിയിരുന്നു. ഓട്ടോമോട്ടീവ്, ഇലക്ട്രോണിക്സ്, വ്യാവസായിക, ഇലക്ട്രിക്കൽ, മെഷീനറി, കെമിക്കൽസ് തുടങ്ങിയ മേഖലകളിലെ MSMEകൾക്ക് ക്യാപിറ്റൽ ഫ്ലോയിലുള്ള റിസ്ക് കുറയ്ക്കേണ്ടതുണ്ട് എന്നാണ് കൺസൾട്ടൻസി സ്ഥാപനമായിട്ടുള്ള ഡെലോയിറ്റിന്റെ വിലയിരുത്തൽ. സെമി കണ്ടക്ടേഴ്സ്, സ്പേസ് ടെക്നോളജി, ഡിഫൻസ് ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ് മുതലായ മേഖലകളിലടക്കം ഇത്തരം MSMEകളുടെ കടന്നുവരവ് രേഖപ്പെടുത്തുന്നതിനാൽ സമയബന്ധിതമായുള്ള വായ്പാ സൗകര്യം ലഭിക്കേണ്ടതുണ്ട് എന്ന് സാംടെൽ അവിയോണിക്സിന്റെ CEO പുനീത് കൗരയും വ്യക്തമാക്കി. ചുരുക്കത്തിൽ ഈ മേഖലയിൽ കൂടുതൽ വായ്പ അനുവദിച്ചു നൽകുന്നതിനുള്ള നടപടികളും നികുതിയിലെ ആനുകൂല്യങ്ങളും തന്നെയാണ് പ്രധാനമായിട്ടും ബജറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഓഹരി വിപണിയിലേക്ക് നോക്കിയാൽ ധാരാളം SME കമ്പനികളാണ് ഈ വിപണിയിലേക്ക് എത്തുന്നത്.
Trendline.com പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023-ൽ 179 SME കമ്പനികളാണ് IPOയുമായിട്ട് എത്തിയത്. ഇതിൽ ധാരാളം കമ്പനികൾ ഓവർ സബ്സ്ക്രൈബ്ഡ് ആവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. ഈ കമ്പനികളിൽ RBM Infracon Limited, ഗായത്രി റബ്ബേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, റിമൂസ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, വിഷ്ണു സൂര്യ പ്രൊജക്ട് ആൻഡ് ഇൻഫ്ര ലിമിറ്റഡ്, മിസോൺ വാൽവ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 5ലേക്ക് ഉയർന്നു വന്നു. ഈ കമ്പനികൾ ലിസ്റ്റ് ചെയ്തതിനു ശേഷം നിക്ഷേപകരെ നിരാശപ്പെടുത്താത്ത പ്രകടനം വിപണിയിൽ കാഴ്ചവെച്ചിട്ടുമുണ്ട്. വിപണിയിലും SME സെഗ്മെന്റിൽ ഈ ഒരു മുന്നേറ്റം തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും.